കൈത്തക്കാലം 5-ാം ഞായർ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 7 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം 1. ചടങ്ങുകളിൽപ്പെട്ട ക്രിസ്തീയത. മുൻകാലങ്ങളിൽ എന്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് കടന്നു വരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രഗത്ഭനായ ഒരു രാജാവ്, അദ്ദേഹം സത്യസന്ധനും തികഞ്ഞ ഈശ്വരവിശ്വാസിയും ആയിരുന്നു. അദ്ദേഹത്തിനൊരു സംശയ നിവാരണത്തിന് വേണ്ടി കൊട്ടാര ഗുരുവിനെ തന്നെ അദ്ദേഹം സമീപിച്ചു. ഗുരുവിനോടായിട്ട് ചോദിച്ചു, എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം മനുഷ്യന് സമാധാനവും സംതൃപ്തിയും സന്തോഷകരവുമായിട്ട് ജീവിക്കാൻ ഇടവരിക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്റെ രാജ്യത്തിൽ എല്ലാ മതങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നു. എല്ലാ മതങ്ങളോടും ഞാൻ പക്ഷഭേദമില്ലാതെ ആണ് വർത്തിക്കുന്നത്. എന്റെ രാജ്യത്തിൽ മതങ്ങൾ ഒരുപാടുണ്ട്. മതാത്മകമായ പ്രവർത്തനങ്ങളും ഞാൻ കാണുന്നു. പക്ഷെ എന്റെ സംശയം ഇതാണ്: മതങ്ങളും മതാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും രാജ്യത്തില് കൂടി വരുന്നു എന്ന് വരികിലും ജനങ്ങളിൽ സമാധാനമില്ല, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ശാന്തിയില്ല. പണ്ടത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ പരസ്പരം വിദ്വേഷത്തിലും കലഹത്തിലും കഴിയുന്നു. വൈരാഗ്യവും അമർഷവും എങ്ങും നമുക്ക് ദർശിക്കാവുന്നത്. കൊലയും കൊള്ളിയും ഒക്കെ പണ്ടത്തേക്കാളൊക്കെ കൂടുതൽ. പല കൊലപാതകങ്ങളുടെയും കാരണം അന്വേഷിച്ചു വരുമ്പോൾ പലതിന്റെയും കാരണം മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്, വികാരങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മതങ്ങളും മതാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി വരുന്നു. പക്ഷെ മതം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ എന്തുകൊണ്ട്? ഇതാണ് ആ രാജാവിന്റെ ഉള്ളിലുണ്ടായ സംശയം. രാജഗുരു ഉടനെ ഒരു ഉത്തരം പറഞ്ഞില്ല. രാജഗുരു കൊട്ടാരത്തിലെ സൗകര്യപ്പെടുന്ന വളരെ അധികം പേരെ ഒന്നിച്ചു കൂടാൻ വേണ്ട ഏർപ്പാട് ചെയ്തു. അവരോടൊക്കെ വട്ടത്തിലിരിക്കാൻ പറഞ്ഞു. ഒരു സ്ഥാനം രാജാവിനും നൽകി. പരിചാരകന്മാരോട് പറഞ്ഞു, ചെറിയ പാത്രങ്ങള് ഒരാൾക്ക് ഒരെണ്ണം വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. എണ്ണയെടുക്കാൻ വേണ്ടിയുള്ള ചെറിയ പാത്രങ്ങളാണ്. അങ്ങനെ ഈ രാജഗുരു രാജാവിന്റെ ഇടത്തുവശത്ത് ഉപവിഷ്ടനായി. രാജഗുരുവിന്റെ പാത്രത്തില് അല്പം എണ്ണയെടുത്തു. ആ എണ്ണ ഇടത്തുവശത്തിരിക്കുന്ന ആളുടെ പാത്രത്തിലേക്ക് ഗുരു തന്നെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഗുരു പറഞ്ഞു, ഇത് ഇങ്ങനെ എണ്ണ കൈമാറി വരണം. ഓരോരുത്തരെയും പാത്രത്തിലുള്ള എണ്ണ ഇടത്തുവശത്തിരിക്കുന്ന ആളുടെ പാത്രത്തിലേക്ക് പകരണം. അയാള് വീണ്ടും പകർന്ന് അവസാനം അത് രാജാവിന്റെ പാത്രത്തിലേക്ക് എണ്ണ പകർന്നു. രാജാവിന്റെ പാത്രത്തിലേക്ക് എണ്ണ വന്നപ്പോ എണ്ണയുടെ അളവ് വളരെ ചുരുങ്ങി. ഏതാനും തുള്ളി എണ്ണ മാത്രമേ അതിലുള്ളൂ. എന്ന് തന്നെയല്ല, ആ എണ്ണയുടെ നിറവും മണവും ഒക്കെ മാറി. ഈ പകർന്ന പാത്രങ്ങളിലുള്ള പൊടികളും മാലിന്യങ്ങളൊക്കെ പറ്റി
അവസാനം വരുമ്പോഴേക്കും എണ്ണ വളരെ മലിനമായി. രാജാവിന് ഉടനെ മനസ്സിലായി. കാര്യം ആരും വിവരിച്ചു കൊടുക്കാതെ തന്നെ രാജാവിന് പിടികിട്ടി. എന്താ രാജാവിന് പിടികിട്ടിയത്? വലിയ തത്വങ്ങൾക്കും ആദർശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനമാണ് മതങ്ങളുടെ ഉത്ഭവത്തിനുണ്ടാകുക. പുരുഷാന്തരങ്ങളായിട്ട് ആ മതാത്മക ജീവിതം ജീവിച്ചു വരുമ്പോ ഈ എണ്ണയ്ക്ക് പറ്റിയ അനുഭവം ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലും മതാത്മകമായ മൂല്യങ്ങൾക്ക് സംഭവിക്കുന്നു. അത് ശുഷ്കിച്ചു പോകുന്നു, അത് വികൃതമാകുന്നു. ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണോ, എത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത് ആവിർഭവിച്ചത്, ആ ഉത്കൃഷ്ടതയും ആ തത്വദീക്ഷയും അതിന് നഷ്ടപ്പെട്ട് വെറും ചില ആചാരങ്ങള്, വെറും ചില അനുഷ്ഠാനങ്ങള്, ചില പാരമ്പര്യങ്ങള്, വെറും ചില നടപ്പുകളായിട്ട് മാത്രം അത് അവശേഷിക്കുന്നു. എത്രയോ പുരാതനമായിട്ടുള്ള ഒരു മതമാണ് യഹൂദമതം. എത്രയോ മഹത്തരമായ രീതിയിൽ അത് ആരംഭിച്ചു. ദൈവം യഹോവേ മനുഷ്യന്റെ സംരക്ഷകനാണ്, ഭരണകർത്താവാണ്, നീതിമാനായ രാജാവാണ് എന്ന ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ദൈവം മനുഷ്യനായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. സീനാ മലപ്പുറത്ത് വെച്ച് മോസസ് വഴിക്കാണ് ആ ഉടമ്പടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മതമാണ് യഹൂദമതം. ഇത്രയും ആദർശശുദ്ധിയോടുകൂടെ ആരംഭിച്ച യഹൂദമതം ഇതാ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ട രീതിയിൽ പറഞ്ഞാൽ കയ്യിന്റെ കഴുക്കിലും പാത്രങ്ങളുടെ ക്ഷാളന പ്രക്രിയയിൽ ഒതുങ്ങിയത്. കൈ കഴുകിയില്ല, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പാത്രങ്ങളുടെ പുറം കഴുകിയില്ല, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഓട്ടുപാത്രങ്ങൾ തേച്ചു മിനുക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അശുദ്ധി അല്ലെങ്കിൽ മലിനമായ കൈ കഴുകിയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത്ര പ്രാവശ്യം കയ്യ് വെള്ളത്തിൽ മുക്കണം, അല്ലെങ്കിൽ വെള്ളം ഇത്ര തുള്ളി ഒറ്റിക്കണം എന്നുള്ള ചില റിച്വൽ അനുഷ്ഠാന പ്രക്രിയ നടത്തിയില്ല എന്നുള്ളതാണ് പ്രശ്നം. മതം എന്തൊരു ആദർശത്തോടു കൂടി തുടങ്ങിയോ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ്. ആ ഉടമ്പടി ബന്ധത്തിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ദൈവികത ഉൾക്കൊള്ളാൻ വേണ്ടി മനുഷ്യൻ ഇടവരണം. അങ്ങനെ ആ ദൈവികതയിൽ ജീവിക്കാനും വളരാനും ഉയരാനും സാധിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിട്ടുള്ള മതം പോയി ക്ഷാളന പ്രക്രിയയിൽ ഒതുങ്ങി, വെറും ആചാരങ്ങളിൽ ഒതുങ്ങി. ഇത് കണ്ടപ്പോ ധർമ്മരോഷം ഉൾക്കൊള്ളുകയാണ് യേശുക്രിസ്തു. ഇന്നത്തെ സുവിശേഷത്തിലെ അതാണ് പ്രതിപാദന വിഷയം. കപടഭക്തരെ യേശുക്രിസ്തു അവരെ അഭിസംബോധന ചെയ്യുകയാണ്. തികഞ്ഞ മതവിശ്വാസികളാണ് അവര്. തീർച്ചയായിട്ടും ഫരിസേയര് മതവിശ്വാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. പക്ഷെ യേശുവിന്റെ ധർമ്മരോഷം അവരുടെ മുമ്പിൽ കത്തിക്കയറുന്നു. കപടഭക്തരെ, നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ ലംഘിക്കുകയും അവസരോചിതമായ രീതിയിൽ തങ്ങളുടേതായിട്ടുള്ള നിക്ഷിപ്ത താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിപ്പടുത്തിരിക്കുന്ന നിയമങ്ങള് ദൈവികമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വെപ്രാളപ്പെടുന്നു. കപടഭക്തരെ, നിങ്ങളെപ്പറ്റി യേശയ്യ തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഹൃദയം നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഏതാനും പ്രാർത്ഥനകൾ നിങ്ങൾ ഉരുവിടുന്നു, ഏതാനും ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നു, ഏതാനും അനുഷ്ഠാനങ്ങൾ നിങ്ങൾ നടപ്പിലാക്കുന്നു. അതിൽ കൂടുതൽ മതം നിങ്ങൾക്കൊന്നുമല്ല.
യേശു അവരോട് പറയുന്നു, ഇനി ക്രൈസ്തവ മതത്തിന് സംഭവിക്കുന്നത് എന്താ? ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ണു തുറന്നാൽ കാണാവുന്ന യാഥാർത്ഥ്യം. ഈ അന്ന് സ്ഥാപിച്ച ഉടമ്പടി ഒന്നുകൂടി നവീകരിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി അത് പുതുതാക്കി, അത് ദൈവത്തിന്റെ തന്നെ പുത്രന്റെ രക്തം ചിന്തി അതിന് മുദ്രവെച്ച ഉടമ്പടി, ആ ഉടമ്പടിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവം എന്റെ പിതാവാണ്, സംരക്ഷകനാണ്, എന്റെ എല്ലാമാണെന്ന് ആ ധാരണയിൽ ജീവിക്കേണ്ട മനുഷ്യൻ, ദൈവം എന്റെ ജനമാണ് എന്ന് മനസ്സിലാക്കി ആ ജനങ്ങളോട് കൂടെ ഒന്നിച്ചു ജീവിക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ഉടമ്പടിയുടെ മതം ഇന്ന് എവിടെ വരെ എത്തിയിരിക്കുന്നു? കുറെ ആഘോഷങ്ങളുണ്ട്, കുറെ ശരണം വിളി എന്ന് പറഞ്ഞാൽ സ്തോത്രഗീതങ്ങള്, യേശുവേ സ്തോത്രം, കുറെ കയ്യടികളുണ്ട്, കുറെ അനുഷ്ഠാനങ്ങളുണ്ട്, കുറെ ഭക്തകൃത്യങ്ങളുണ്ട്, കുറെ തിരുനാൾ ആഘോഷങ്ങളുണ്ട്. അതിൽ കൂടുതൽ എന്തുണ്ട്? മതാത്മകമായിട്ട് നമ്മുടെ കേരള ജനത വളരെ വളർന്നിരിക്കുന്നു. പക്ഷേ എന്തിനു വേണ്ടി ആ മതം സ്ഥാപിച്ചുവോ അതിന്റെ ആന്തരിക സത്ത ശോഷിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് അനുവർത്തിക്കാന്ന്, ഇത് കാണാം. ഈ നഗ്ന സത്യം, രൂക്ഷമായിട്ടുള്ള സത്യം തുറന്നു നിൽക്കുന്നു. നമുക്ക് തൃപ്തിയായി ഏതാനും അഭ്യാസങ്ങളോ ഭക്താഭ്യാസങ്ങളോ പ്രാർത്ഥനകളോ ഉരുവിട്ടാൽ നമ്മൾ ദേവാലയത്തിൽ ഇവിടെ വന്നു ഇരുന്നു ശബ്ദം നിലയ്ക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയി, നമുക്ക് തൃപ്തിയായി. എന്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള ആ ഒരുക്കം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഏറ്റുവാങ്ങിയത് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാനുള്ള ആ ആവേശം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതൊക്കെ പണ്ടേ പോയി. നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെ. സത്യത്തിൽ പറഞ്ഞാൽ വെറും അനുഷ്ഠാന പ്രക്രിയയായിട്ട് ക്രിസ്തുമതവും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ സത്യമാണ്. പക്ഷെ എന്നും എവിടെ നോക്കുകയാണെങ്കിലും മതാത്മകമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ പണ്ടത്തേക്കാൾ കൂടുതൽ. എത്രയോ ഇന്ന് ധ്യാനമന്ദിരങ്ങൾ കൂടിയിരിക്കുന്നു, എത്രയോ അധികം ദേവാലയങ്ങൾ ഉണ്ടായിരിക്കുന്നു. എല്ലാ ധ്യാനമന്ദിരങ്ങളിലും ആളുകൾ ഓടിക്കൂടുന്നു. എല്ലാ ദേവാലയങ്ങളിലും തിരുനാളുകളും ആഘോഷങ്ങളും ഒരുപാട് ജനങ്ങൾ വരുന്നു. പക്ഷെ ജനങ്ങളിൽ ആന്തരികത, ആധ്യാത്മികത ഉണ്ടാകുന്നില്ല. ഞാൻ ആന്തരികത, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. സത്യം ഇതാണ് മക്കളെ, യേശുക്രിസ്തു സ്ഥാപിച്ച മതത്തിന്റെ അടിസ്ഥാനം സത്യസന്ധതയാണ്, നീതിബോധമാണ്, ക്ഷമിക്കാനുള്ള കഴിവാണ്, സഹനത്തിനുള്ള ആർജവത്വമാണ്, മറ്റുള്ളവരെ ആദരിക്കാനുള്ള മനസ്ഥിതിയാണ്. ഇതിൽ നമ്മൾ വളരുന്നുണ്ടോ? സത്യസന്ധരാണോ നമ്മൾ? ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹിക്കേണ്ട അവസരം വരുമ്പോൾ നമ്മൾ എങ്ങനെ ആ സഹനത്തിനോട് പ്രതികരിക്കുന്നു? മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് മതത്തിന്റെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ സഭാ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പണ്ട് എന്തോ ഒരു നമ്പൂതിരിക്ക് പറ്റിയ ആ ഒരു ജീവിതത്തിലെ അനുഭവം നമുക്കും പറ്റാനിടയില്ലേ എന്ന് തോന്നിപ്പോകുക. നമ്പൂതിരിക്ക് പറ്റിയത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള നമ്പൂതിരിയാണ്. അദ്ദേഹം ഒരു ഋഷിതുല്യനായിട്ടുള്ള രീതിയിലാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഇല്ലം, ആ ഇല്ലത്തിലെ ഒരു ശ്രാദ്ധം നടക്കുകയാണ്.
ശ്രാദ്ധം പൂർവികന്മാരുടെ ആത്മാക്കൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള പൂജ. തീർച്ചയായിട്ടും ഈ പണ്ഡിതവര്യനായിട്ടുള്ള നമ്പൂരിയാണ് ആ പൂജയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. അങ്ങനെ കർമ്മത്തിന് വേണ്ടിയിട്ടെല്ലാം ഒരുക്കി യാഗവും പൂജയ്ക്കും വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു പൂജ തുടങ്ങാൻ പോകുക. അപ്പോഴുണ്ടാ ആ ഇല്ലത്തിലൊരു പൂച്ച. ആ പൂച്ച അവിടെ കിടന്നിട്ട് ഇങ്ങനെ മ്യോ മ്യോ എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഈ പൂച്ച ഈ നേരത്ത് ഇങ്ങനെ ശല്യം ചെയ്താൽ ആ പൂജ അലങ്കോലപ്പെടുകയുള്ളൂ എന്ന് വിചാരിച്ച് ഈ നമ്പൂരി അവിടെയുള്ള ആരോടോ പറഞ്ഞു. അവിടെ ഒരു വട്ടി എടുപ്പുണ്ടായിരുന്നു. ആ വട്ടിയുടെ ഉള്ളിൽ പൂച്ചയെ കിടത്തി അതങ്ങോട്ട് മൂടിയിട്ടു. പൂച്ചക്കുഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് തീറ്റയും കൊടുത്തപ്പോ അത് സുന്ദരമായിട്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങി. പൂജ തുടങ്ങുകയും ചെയ്തു. അതിന്റെ വിധിപ്രകാരം പൂജ അവസാനിച്ചു. എല്ലാവർക്കും പ്രസാദമൊക്കെ പ്രദാനം ചെയ്ത് പൂജ കഴിഞ്ഞ് നമ്പൂരി വിചാരിച്ചു ഒരു തീർത്ഥാടനത്തിന് പോയി കളയാം. ആ നേരത്ത് വിചാരിച്ചല്ല, പണ്ടേ വിചാരിച്ച തീർത്ഥാടനാണ്. ഈ പൂജ കഴിഞ്ഞോടുകൂടി ശ്രാദ്ധം കഴിഞ്ഞോടുകൂടിയിട്ട് തീർത്ഥാടനത്തിന് വേണ്ടി നമ്പൂരി പോയി. തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞ് നമ്പൂരി തിരിച്ചും ഇല്ലത്തെത്തി. ഇല്ലത്തെത്തിയപ്പോഴാണ് ആകസ്മികമായിട്ട് അന്ന് ആ ശ്രാദ്ധം നടത്തിയതിന്റെ കൃത്യമായിട്ട് പറഞ്ഞ വാർഷിക ദിനത്തിലാണ് നമ്പൂരി ആ ഇല്ലത്ത് മടങ്ങിയെത്തുന്നത്. നമ്പൂരിയുടെ ഉള്ളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി കാണണം, ആ ഒരു ശ്രാദ്ധത്തിന്റെ ദിവസം എത്തണം എന്ന് വിചാരിച്ച്. പക്ഷെ ഇല്ലത്തിലുള്ള ആളുകള് നമ്പൂരി പോയിരിക്കുകയാണ്, അത് തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കി പൂജ നടക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്പൂരിയുടെ ശിഷ്യന്മാരായിട്ടുള്ള മറ്റ് പൂജാരികളൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ പൂജയ്ക്ക് വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. ആ അവസരത്തിലാണ് നമ്മുടെ പണ്ഡിത വര്യനായിട്ടുള്ള നമ്പൂരി ആ ഇല്ലത്ത് തിരിച്ചെത്തുന്നത്. സത്യത്തിൽ പറഞ്ഞ എല്ലാവർക്കും സന്തോഷമായി. കാരണം നമ്പൂരി തന്നെ ആ പൂജയ്ക്കുണ്ടല്ലോ കാർമ്മികത്വം വഹിക്കാൻ. എല്ലാവർക്കും സന്തോഷം. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. കാർമ്മികൻ നമ്പൂരി തന്നെ. പൂജ ഇങ്ങോട്ട് തുടങ്ങണില്ല. നമ്പൂരി എല്ലാ തരത്തിലും എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അനന്തരവനായിട്ടുള്ള ഒരു നമ്പൂരിയോട് പറഞ്ഞു, എന്തേ ഇനി തുടങ്ങാത്തെ, എന്തിനാ കാത്തിരിക്കണത്? ഉത്തരവാദിത്തപ്പെട്ട അനന്തരവൻ പറയുകയാണ്, പൂച്ചക്കുഞ്ഞിനെ വാങ്ങാൻ പോയിട്ട് ആള് വന്നിട്ടില്ല, അതുകൊണ്ട് വാങ്ങാൻ അന്വേഷിച്ച് പോയിരിക്കുക. പൂച്ചക്കുഞ്ഞ് വന്നെങ്കിലല്ലേ പൂജ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോ ആ നമ്പൂരി മുഖം താത്തിട്ട് ഞാൻ ഇപ്പൊ ചിരിക്കണോ കരയണോ എന്നറിയാതെ നമ്പൂരി വിഷമിച്ചിരിക്കുക. അന്നത്തെ പൂജയില് പൂച്ചയുണ്ടായത് ശല്യാണെന്ന് വിചാരിച്ച് വട്ടിയുടെ അകത്ത് വെച്ചപ്പോ പിന്നീട് വന്ന ആളുകൾ വിചാരിച്ചു പൂജയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് പൂച്ചക്കുഞ്ഞാണെന്ന്. ഗതികേട് കണ്ടു. ആ നമ്പൂരി മുഖം താത്തിട്ടിരിക്കുക. കരയണോ ചിരിക്കണോ എന്നറിഞ്ഞുകൂടാ. ഈ തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികത, നമ്മുടെ മതം ചെന്നുകൊണ്ടിരിക്കുക എന്നാണ് അല്പം ചിന്തിക്കാൻ കഴിവുള്ളവര്, ചിന്തിക്കാനുള്ള ശേഷി ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് മതത്തിൽ നിന്നൊന്നും കിട്ടാനില്ല, ഈ ക്രമങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പലപ്പോഴും പള്ളിയുടെ ഉള്ളിലാ കടക്കണില്ല. യേശുക്രിസ്തു പോലും സിനഗോഗിൽ നിന്ന് പുറത്തുപോയി. കാരണം സിനഗോഗിന്റെ ഉള്ളില് അവിടെ പ്രാർത്ഥനയല്ല, അവിടെ ഏതാനും ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോ പള്ളിയുടെ അധിനായകൻ പള്ളിക്ക് പുറത്തു പോയി. ഇതാണ് സത്യം. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോ, നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരുമ്പോ വെറും സ്വരങ്ങൾ കേൾക്കാതെ, വെറും ഒരു നിഷ്ഠയായിട്ട് കുറെ വാക്കുകൾ കേൾക്കാതെ നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മൾ അനുവർത്തിക്കുന്ന, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകള്, നമ്മൾ നടത്തുന്ന അഭ്യാസങ്ങള്, നമ്മുടെ ആചാരങ്ങള്, നമ്മുടെ അനുഷ്ഠാനങ്ങള്, ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ച എന്താണ്? സത്യസന്ധതയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ വളരുന്നുണ്ടോ?
ആത്മാർത്ഥത നമ്മുടെ ജീവിതത്തിന്റെ ജോലികളിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? സഹിഷ്ണുത എങ്ങനെ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പറയേണ്ടവരോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കള്ളത്തരം കുറയുന്നുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പുറത്തു വന്ന മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു ന്യൂസ്, അബ്ദുൽ നാസർ മദനി മോചിതനായി എന്ന. ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. പത്രങ്ങളിലെ ഈ വാർത്ത എനിക്ക് വായിച്ചു തന്നു. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു തീവ്രവാദിയായിരുന്നു എന്നൊക്കെയാ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നേ. ഈ ദിവസങ്ങളിലെ ഇന്നലെയും മിനിഞ്ഞാന്നത്തെയൊക്കെ പത്രങ്ങളിലെ അബ്ദുൽ നാസർ മദനി മോചിതനായി, 9.5 കൊല്ലത്തോളം ജയിൽവാസം അനുഷ്ഠിച്ച് ജയിലിൽ വിമുക്തനായി. വിമുക്തനാകുമ്പോ അതേ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ച് പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ എന്തിനായി 9.5 കൊല്ലം ജയിലിൽ വസിച്ച്? ആ ചോദ്യത്തിലേക്കൊന്നും ഞാൻ കടക്കണില്ല. അങ്ങനെ മോചിതനായിട്ട് വന്നിരിക്കുന്ന അബ്ദുൽ നാസർ മദനിയുമായിട്ട് അഭിമുഖം നടത്താൻ ആളുകൾ ക്യൂ നിൽക്കുക. അങ്ങനെ അഭിമുഖത്തില് അബ്ദുൽ നാസർ മദനി പറയുന്നു, എന്റെ ജീവിതത്തിലെ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ എന്റെ ഈ ജയിൽവാസം ദൈവം എനിക്ക് തന്ന വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഈ ജയിൽവാസം. കാരണം എന്റെ ചെറുപ്പത്തിന്റെ പ്രകൃതി കൊണ്ട് വളരെ വളരെ തീവ്രമായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ നിലപാടുകൾ തെറ്റാണെന്ന് ഞാൻ ഇന്നും വിചാരിക്കുന്നില്ല, അന്നും വിചാരിക്കുന്നില്ല. ആ നിലപാടുകൾക്ക് അനുസരിച്ചുള്ള എന്റെ പ്രതികരണം പക്വതയില്ലാതെ പോയിട്ടുണ്ട്. ആ പക്വതയില്ലാത്ത പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ പലരുടെയും മനസ്സുകളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ജയിലിൽ ഞാൻ കിടക്കുമ്പോൾ എന്നെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ജയിലിൽ നിന്ന് എന്നെ വിമുക്തനാക്കാൻ വേണ്ടി പല ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് നന്ദി പറയുന്നു. നോക്കണേ, ഇവിടെയുണ്ട് ആധ്യാത്മികത, ഇവിടെയുണ്ട് ചൈതന്യം. ഞാൻ എന്റെ ജീവിതത്തിലെ തെറ്റുകൾ വന്നിട്ടുണ്ട്, അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. വന്ന തെറ്റുകൾക്ക് ഞാൻ പരിഹാരം അനുഷ്ഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്നോട് ദ്രോഹം ചെയ്തുള്ളവരോട് ഞാൻ ക്ഷമിക്കുകയാണ്. എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ ഒരു തരത്തിലും ഞാൻ വൈരാഗ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കേസെടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. ശരിക്ക് മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ട തീവ്രമായിട്ടുള്ള വികാരങ്ങളല്ലേ ഇത്? ഇത്രയെങ്കിലും നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം നമുക്ക് എന്തുപകാരം? നമ്മുടെ അനുദിന ജീവിതത്തിലെ നമുക്ക് അല്പെങ്കിലും, നമ്മളിപ്പോ ആരും അങ്ങനെ എല്ലാവരും ഒന്നും ജയിലിൽ കിടന്നിട്ടില്ല. ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. 9.5 കൊല്ലമൊന്നുമല്ല, വെറും 1 മാസം. അത് ഇത്ര വലിയ പീഡനമൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും അതിന്റെ പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മുടെ അനുഭവങ്ങളുള്ളൂ. മറ്റുള്ളവരെ ഒന്ന് നോക്കി, പറയേണ്ട രീതിയിൽ പറഞ്ഞില്ല, ചോദിക്കേണ്ടത് ചോദിച്ചില്ല, അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചില്ല, അല്പം വിദ്വേഷപരമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ മിണ്ടേണ്ടത് മിണ്ടിയില്ല, മിണ്ടേണ്ട വിധത്തിൽ മിണ്ടിയില്ല. ഇത്രയൊക്കെ കാര്യങ്ങളേ നമുക്കുള്ളൂ. നമുക്കത് ക്ഷമിക്കാൻ, നമുക്കത് വളരെ ആർജവത്തോടുകൂടെ പെരുമാറാൻ, സത്യസന്ധമായിട്ട് പെരുമാറാൻ, നമ്മൾ ചെയ്യുന്ന ജോലി കള്ളത്തരമില്ലാതെ ചെയ്യാൻ, പ്രതിബദ്ധതയോടുകൂടി ചെയ്യാൻ, ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ധന്യരായി.
ഇതാണ് ഈ കൈത്തക്കാലം 4-ാം ഞായറാഴ്ച നമ്മിൽ നിന്ന് യേശുക്രിസ്തു പ്രതീക്ഷിക്കുന്നത്, സഭ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മറ്റേയാൾ അങ്ങനെ ആകട്ടെ, ഇയാൾ ഇങ്ങനെ ആകട്ടെ, എന്നിട്ട് ഞാൻ അങ്ങനെ ആകാം എന്നുള്ളതല്ല ചിന്ത, അതല്ല ധന്യത, അതല്ല ഉത്കൃഷ്ടത. എനിക്ക് എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തില് അല്പെങ്കിലും എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുമെങ്കിൽ അത്രയേറെ മാത്രമേ എന്റെ വിശ്വാസം എന്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്നുള്ളൂ എന്ന് ധരിക്കാൻ നമുക്ക് ശ്രമിക്കാം.